ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബൈസെക്ഷൻ മെത്തേഡായിരുന്നു അല്ലേ. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലമാണ് ഫിക്സ്ഡ് പോയിൻ്റ് ഐട്രേഷൻ. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് പോയിൻ്റ് ഐട്രേഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഫിക്സ്ഡ് പോയിൻ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഫിക്സ്ഡ് പോയിൻ്റ്, അതിന് ബേസ് ചെയ്തിട്ടുള്ള തിയറംസ്, അതിൽ എക്സാമ്പിൾസ്, പ്രോബ്ലംസ് ഒക്കെ ചെയ്തതിന് ശേഷം ഫിക്സ്ഡ് പോയിൻ്റ് ഐട്രേഷൻ എന്താണ് അല്ലെ, അതിൻ്റെ അൽഗോരിതം, അതിൻ്റെ എക്സാമ്പിൾസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഫിക്സ്ഡ് പോയിൻ്റ്? എ ഫിക്സ്ഡ് പോയിൻ്റ് ഫോർ എ ഫംഗ്ഷൻ ഈസ് എ നമ്പർ അറ്റ് വിച്ച് ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഡസ് നോട്ട് ചേഞ്ച് വെൻ ദ ഫംഗ്ഷൻ ഈസ് അപ്ലൈഡ് അല്ലേ. ഫിക്സ്ഡ് പോയിൻ്റ് അല്ലേ, ഒരു ഫംഗ്ഷൻ്റെ ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്പറാണ് അല്ലേ. അറ്റ് വിച്ച് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഡസ് നോട്ട് ചേഞ്ച്, അതായത് ആ വാല്യൂ, ആ പോയിൻറ്റിന് നമ്മൾ ആ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഫംഗ്ഷന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ പോയിൻറ്റിനെ എന്ത് പറയാൻ പറ്റും? ഫിക്സ്ഡ് പോയിൻ്റ് ആണ് അല്ലേ. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ അല്ലെ ഏത് പോയിൻ്റ്, എക്സിന് നമ്മൾ ഏതൊരു പോയിൻ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ കറസ്പോണ്ടിങ് എന്ത് തന്നെയാണ് വരുന്നത്? ഫംഗ്ഷൻ്റെ വാല്യൂ അല്ലെ, സെയിം അത് തന്നെയാണ് വരുന്നത്. അതായത് ജി ഓഫ് എക്സ് എന്താവുക? എക്സ് തന്നെ ആവുക. ഓർ നമുക്ക് നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റും? ദ നമ്പർ അല്ലേ, ദ നമ്പർ പി ഈസ് എ ഫിക്സ്ഡ് പോയിൻ്റ് അല്ലേ. ഫിക്സ്ഡ് പോയിൻ്റ്, ഈ പീനെ നമ്മൾ ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഫോർ എ ഗിവൺ ഫങ്ഷൻ ജി അല്ലേ, ഒരു ജി എന്നുള്ള ഫംഗ്ഷൻ്റെ ഫിക്സ്ഡ് പോയിൻ്റാണ് പി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് എന്ത് കണ്ടീഷൻ ഉണ്ടായാൽ മതി? അപ്പോൾ ഇതിൽ എക്സിൻ്റെ പ്ലേസിൽ പി കൊടുക്കുക അല്ലേ. ജി ഓഫ് പി എന്തായാൽ മതി? പി തന്നെ ആയാൽ മതി. ഓക്കെ, അപ്പോൾ ജി ഓഫ് പി ആകുന്ന ആ പോയിൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഈ ഫംഗ്ഷൻ്റെ ഫിക്സ്ഡ് പോയിൻ്റ് ആണെന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അതായത് ആ പോയിൻ്റ് കാരണം ആ ഫംഗ്ഷന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ പറയുന്നത് റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം അതുപോലെ തന്നെ ഫിക്സ്ഡ് പോയിൻ്റ് പ്രോബ്ലം തമ്മിലുള്ള കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം തരികയാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഒരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം തരികയാണ്. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്, ജി എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്യുന്നത് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ്. ഓർ അതുപോലെ തന്നെ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? എക്സ് പ്ലസ് 3 ഇൻറ്റു സം എഫ് ഓഫ് എക്സ്. ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്ക്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ പി എന്നുള്ളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ വരിക? എഫ് ഓഫ് പി എന്താ വരിക അല്ലേ. നമുക്കിവിടെ നോക്കാം, ജി ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താ വരിക? പി മൈനസ് എഫ് ഓഫ് പി ദാറ്റ് ഈസ് ഈക്വൽ ടു പി മൈനസ് 0 ഈസ് ഈക്വൽ ടു പി, ദാറ്റ് ഈസ് ജി ഓഫ് പി ഈസ് ഈക്വൽ ടു പി ആയിരിക്കും അല്ലേ. അതുപോലെ ഇവിടെ എന്താ വരിക? ജി ഓഫ് പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 3 ഇൻറ്റു എഫ് ഓഫ് പി ഈക്വൽ ടു പി പ്ലസ് 3 ഇൻറ്റു എഫ് ഓഫ് പി എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് ജി ഓഫ് പി ഈസ് ഈക്വൽ ടു പി അല്ലേ. അപ്പോൾ നമ്മളൊരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റി. ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? അതിനൊരു ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം ഫിക്സ്ഡ് പോയിൻ്റ് പ്രോബ്ലം തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായോ അല്ലേ. നമ്മളൊരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തുണ്ടായിരിക്കും? നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെന്തായാലും എന്തുണ്ടായിരിക്കും? ഒരു ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊക്കെ ഡിഫൈൻ ചെയ്യാം അല്ലേ. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇനി എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക അല്ലേ? എക്സ് പ്ലസ് 0 എന്ന് വരില്ല. അപ്പോൾ ജി ഓഫ് പി ഈക്വൽ ടു എന്ത് തന്നെ വരിക? പി തന്നെ വരിക. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനൊരു ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇതിന് നേരെ കോൺവേഴ്സ് പാർട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അല്ലേ? ഒരു ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ട്, അതായത് ജി ഓഫ് പി ഈസ് ഈക്വൽ ടു പി ആവുന്ന തരത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ജി എന്നുള്ള ഫംഗ്ഷൻ ഒരു ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ടെന്ന്, അതല്ല ഇതിൻ്റെ കോൺവേഴ്സ് വരിക അല്ലേ. എഫിന് റൂട്ട് ഉണ്ടെങ്കിൽ ജിക്ക് കറസ്പോണ്ടിങ് ഒരു ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോൺവേഴ്സ് എന്താ വരിക? ജിക്ക് കറസ്പോണ്ടിങ് ഒരു ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സിന് ഒരു റൂട്ട് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ജി ഓഫ് എക്സിന് ഡിഫൈൻ ചെയ്യാൻ മതി അല്ലേ. അപ്പോൾ എന്താ വരിക? എഫ് ഓഫ് പി എന്താ വരിക? എഫ് ഓഫ് പി ഇസ് ഈക്വൽ ടു പി മൈനസ് ജി ഓഫ് പി എന്ന് വരും. അപ്പോൾ പി മൈനസ് ജി ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് പിയും പിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ പി മൈനസ് ജി ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 0 ആണ് വരിക അല്ലേ. ദാറ്റ് ഈസ് 0 എന്ന് വരിക. അപ്പോൾ എഫ് ഓഫ് പി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺവേഴ്സും ശരിയാണല്ലേ. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ പറയുന്നത്. റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം അതുപോലെ തന്നെ ഐട്രേഷൻ പ്രോബ്ലം തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഒരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കും? ഒരു ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു ഫിക്സ്ഡ് പോയിൻ്റുള്ള ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ,
അപ്പോൾ കണക്ഷൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഫിക്സ്ഡ് പോയിന്റ് കാണാനുള്ള ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡിറ്റർമൈൻ എനി ഫിക്സ്ഡ് പോയിന്റ് ഓഫ് ദി ഫംഗ്ഷൻ g of x is equal to x square minus 2 അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം, ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എന്താണ് കണ്ടീഷൻ അല്ലേ? ഒരു പോയിന്റ് ഫിക്സ്ഡ് പോയിന്റ് ആയിക്കഴിഞ്ഞാൽ g of p is equal to p ആയാൽ മതി അല്ലേ? അപ്പോൾ എ ഫിക്സ്ഡ് പോയിന്റ് P of G has the property, എന്താ പ്രോപ്പർട്ടി വരിക? P is equal to G of P അല്ലേ? ദാറ്റ് ഈസ് P is equal to G of P എന്ന് പറഞ്ഞാൽ എന്ത് വരും? P square minus 2, which implies നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P square minus P minus 2 is equal to 0 അല്ലേ? ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? P plus 1 into P minus 2 is equal to 0, which implies P is equal to minus 1 and P is equal to 2 അല്ലേ? അപ്പോൾ ഇത് രണ്ടും ആയിരിക്കും എന്ത്? ഇതിൻ്റെ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ G of P നിങ്ങളിവിടെ കൊടുത്തു നോക്ക് അല്ലേ? P ഈക്വൽ ടു -1 ആകുമ്പോൾ G of P എന്ന് പറഞ്ഞാൽ എന്താ വരിക? G of -1. G of -1 is equal to -1 whole square minus 2 is equal to എന്താ വരിക? -1 അല്ലേ? +1 -2 ദാറ്റ് ഈസ് -1. അപ്പോൾ G of -1 എന്താ വന്നത്? -1 ആണ്. അതുപോലെ G of 2 ചെക്ക് ചെയ്താൽ എന്താ വരിക? 2 square minus 2 is equal to 4 minus 2 is equal to 2 അല്ലേ? ദാറ്റ് ഈസ് G of 2 is equal to 2. ആ ഫംഗ്ഷന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് P equal to -1ഉം P2ഉം എന്താണെന്ന് പറയാം? ഈ ഫംഗ്ഷൻ്റെ ഫിക്സ്ഡ് പോയിൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രാഫിക്കലി എങ്ങനെയൊന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ എന്തായിരുന്നു? G of x is equal to x square minus 2 എന്നായിരുന്നു. ദാറ്റ് ഈസ് y is equal to x square minus 2 എന്നായിരുന്നു അല്ലേ? y is equal to some function of x എന്നുള്ള രീതിയിൽ y is equal to x square minus 2. അപ്പോൾ y is equal to x square minus 2 എന്നുള്ള ഗ്രാഫാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ എക്സിന് നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ വൈന് കറസ്പോണ്ടിങ് വാല്യൂ എന്തായിരിക്കും വരുന്നത് അല്ലേ? 0 ആണെന്നുണ്ടെങ്കിൽ -2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ -1 കൊടുത്തു അല്ലേ? -1 കൊടുത്തപ്പോൾ x is equal to -1 കൊടുത്തപ്പോൾ വൈൻ്റെ വാല്യൂ എന്താ വന്നത്? -1 ആണ്. അതുപോലെ തന്നെ x is equal to 2 കൊടുത്തപ്പോൾ വൈൻ്റെ വാല്യൂ എന്താ വന്നത്? 2 തന്നെയാണ് വന്നത്. അപ്പോൾ രണ്ട് ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ട് അല്ലേ? ഇനി y is equal to നമുക്കറിയാം p is equal to G of P or y is equal to x ആവുന്ന കേസിലാണ് എന്ത്? ഇവിടെ ഒരു ലൈൻ വരും അല്ലേ? കാരണം ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ എപ്പോഴും വരയ്ക്കുക എന്തായിരിക്കും? G of x is equal to x ഓർ G of x എന്ന് പറഞ്ഞാൽ y is equal to x അല്ലേ? അപ്പോൾ y is equal to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും അല്ലേ? അപ്പോൾ ഇതാണ് y is equal to x ഓർ G of x is equal to x എന്ന് പറയുന്ന ലൈന് വരുന്നത്. 0ൽ എന്താ വരുന്നത്? x 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ -2 ആണ് അല്ലേ? അതുപോലെ തന്നെ x -1 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ -1 ആണ്. അതായത് ഒരു ഫിക്സ്ഡ് പോയിന്റ് നമുക്ക് കിട്ടും. ഇവിടെ എക്സിന് -1ഉം വൈന് ഇവിടെ -1 ആണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ജോയിൻ ചെയ്യുന്ന ഇവിടെ എന്തായിരിക്കും? ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് ഒരു ഫിക്സ്ഡ് പോയിന്റ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇതിന് നിങ്ങൾ പോയിന്റ്സ് ഒക്കെ എടുത്തൊന്ന് വരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് ഒരു പരാബോളയാണ്. ഓക്കെ, ഇങ്ങനെ പരാബോള. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം. നോക്ക് ഇവിടെ ഇത് രണ്ടും അല്ലേ? അതായത് y is equal to x or G of x is equal to x and the curve y is equal to x square minus 2. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ഇത് അല്ലേ? അതായത് y is equal to നമുക്ക് ഇങ്ങനെ രണ്ട് പോയിൻ്റ് y is equal to x square minus 2 and y is equal to x. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ? ഇത് രണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന x square minus 2 is equal to x അല്ലേ? ഇതെന്നാണ് x square minus x minus 2 is equal to 0. അതായത് p എന്നുള്ള ഫിക്സ്ഡ് പോയിൻറ്റിൻ്റെ കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്നാണ് ഈ രണ്ട് കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ രണ്ട് പോയിൻ്റാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്. അതായിരിക്കും എന്തിൻ്റെ ഫിക്സ്ഡ് പോയിന്റ്. അപ്പോൾ ജോമെട്രിക്കലി ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു തിയറാണ് പറയുന്നത്. ഈ തിയറം നൽകുന്നത് നമുക്ക് തരുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് ഓഫ് ഫിക്സ്ഡ് പോയിൻ്റ് ആണ്. അതായത് ഫസ്റ്റ് പാർട്ട് പറയുന്നത് അങ്ങനെ ഒരു ഫിക്സ്ഡ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും രണ്ടാമത്തെ പാർട്ട് പറയുന്നത് അത് യുണീക്കാണെന്നുള്ളത്. ഫസ്റ്റ് പാർട്ട് നോക്കാം. നമ്മളിവിടെ എടുക്കുന്ന ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? സി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി അല്ലേ? അപ്പോൾ സി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസ് ദ സെറ്റ് ഓഫ് ഓൾ അല്ലേ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി അല്ലേ? ഇസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി അല്ലേ? ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസും ആണ്
സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി ഇല്ല. അപ്പോൾ ജി അതിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് എന്തായിരിക്കും, ഒരു റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ്, ജി സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബിയിലാണെങ്കിൽ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കും, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ദെൻ ജി ഹാസ് അറ്റ്ലീസ്റ്റ് വൺ ഫിക്സ്ഡ് പോയിന്റ്. ഈ കണ്ടീഷൻ എല്ലാം ഉണ്ടെങ്കിൽ ജിക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് നമുക്ക് കാണിക്കണം അല്ലേ. ദെൻ ഇവിടെ കാണിക്കേണ്ട രണ്ടാമത്തെ കേസിൽ കാണിക്കേണ്ടത് ദർ ഈസ് എക്സാക്ട്ലി വൺ, ഒരൊറ്റ ഫിക്സ്ഡ് പോയിന്റേ ഉള്ളൂ. രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാലും രണ്ടെണ്ണം അല്ല ഒന്നാണെന്നുള്ളത് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സ്ഡ് പോയിന്റെങ്കിലും ഇതിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ എ ബി എന്നുള്ള അല്ലേ, എ ബി എന്നുള്ള ഇൻ്റർവെല്ലാണ്. ഇവിടെയും എ ബി എന്നുണ്ടെങ്കിൽ നമുക്കറിയാം വൈ ഇസ് ഈക്വൾ ടു എക്സ് എന്നുള്ളത് എന്താണ്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് എന്നുള്ളത് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് അല്ലേ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും. ദെൻ നമുക്കിവിടെ വരുന്നത് അല്ലേ എയിൽ നിന്നും ബി വരെ അല്ലേ, ദെൻ ബിയിൽ നിന്നും ഇങ്ങോട്ട് താഴത്തോട്ട് അല്ലേ, ഇങ്ങനെയായിരിക്കും നമ്മുടെ റീജിയൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും എന്ത് വരുന്നത്, ആ കർവ് വരുന്നത് അല്ലേ. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന കർവ് ഇതിൻ്റെ അകത്തായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കർവാണ് വരുന്നതെങ്കിൽ ഇവിടെ എന്തായാലും എന്തുണ്ടായിരിക്കും അല്ലേ, ഇവിടെ അല്ലേ ഈ ലൈനുമായിട്ടും അതുപോലെ തന്നെ ഇതുമായിട്ടും കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നടുക്കുണ്ടാവും, അതുപോലെ തന്നെ എൻ പോയിൻറ്റ്സിൽ വരാം. അപ്പോൾ ഇഫ് എൻ പോയിൻറ്റ്സിലാണ് വരുന്നതെങ്കിൽ അത് ജി ഓഫ് എ ആകുക അല്ലേ. ജി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിട്ട് വരുന്ന കേസ്, ഓർ ജി ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിട്ട് വരുന്ന കേസ്, ബി ആയിട്ട് വരുന്ന കേസ് അല്ലേ. അതായത് ഫിക്സ്ഡ് പോയിന്റ് എ എന്ന് പറയുന്നിടത്ത് ജി ഓഫ് എക്ക് കറസ്പോണ്ടിങ് ജി ഓഫ് എ വരിക, ബിക്ക് കറസ്പോണ്ടിങ് ജി ഓഫ് ബി വരിക അല്ലേ. അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫിക്സ്ഡ് പോയിന്റ് അല്ലേ, എൻ പോയിൻറ്റ്സിൽ ഫിക്സ്ഡ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓർ അല്ലാത്ത കേസിൽ, അതിൻ്റെ കേസിൽ നമുക്ക് ക്ലിയർ കൺഫേം ആണ്. ഇനി അല്ലാത്ത കേസിൽ ഇവിടെ നടുക്കുള്ളൊരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്, നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ജി ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എയും ആൻഡ് ജി ഓഫ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ബിയും ആയിട്ട് ചൂസ് ചെയ്യണം. ജി ഓഫ് എ എന്തായിട്ട് എടുക്കുകയാണ്, ഗ്രേറ്റർ ദാൻ എ അല്ലെ, എനേക്കാളും വലുതായിട്ടും. ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ, അതായത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് വരും അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്, എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തിട്ടുണ്ടല്ലേ, ജി ഓഫ് എക്സ് എന്താണ്, ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. അതുപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് ഓഫ് എക്സും എന്തായിരിക്കും, എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. അതായത് ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അപ്പോൾ ഇതിൽ എച്ച് ഓഫ് എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എച്ച് ഓഫ് എ ഈസ് ഈക്വൽ ടു ജി ഓഫ് എ മൈനസ് എ എന്ന് എഴുതാം അല്ലേ. ജി ഓഫ് എ ഗ്രേറ്റർ ദാൻ എ എന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിന്ന് ജി ഓഫ് എ മൈനസ് എ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. ആൻഡ് എച്ച് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും, എച്ച് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ജി ഓഫ് ബി മൈനസ് ബി. അപ്പോൾ ജി ഓഫ് ബി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ജി ഓഫ് ബി മൈനസ് ബി ലെസ് ദാൻ 0 അല്ലേ. ദാറ്റ് ഈസ് ജി ഓഫ് ബി മൈനസ് ബി ലെസ് ദാൻ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എച്ച് ഓഫ് ബി ലെസ് ദാൻ 0. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ വന്നു അല്ലേ. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഒരു എൻ പോയിൻറ്റിൻ്റെ വാല്യൂ പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ബൈസെക്ഷൻ മെത്തേഡിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്യും. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ദർ എക്സിസ്റ്റ് എ പോയിന്റ് അല്ലേ, പി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി ഫോർ വിച്ച് എച്ച് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം എച്ച് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടില്ലേ, വേർ പി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണ്. അപ്പോൾ നമ്മൾ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം ഇതും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജി എക്സിസ്റ്റ് ചെയ്യും അല്ലേ, ജി എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ജി ഓഫ് പി ഈസ് ഈക്വൽ ടു പി ആയിരിക്കും, അതിനൊരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള എച്ച് ഓഫ് എക്സ് എങ്ങനെയായിരുന്നു, ജി ഓഫ് എക്സ് മൈനസ് എക്സ് എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ജി ഓഫ് എക്സ് എങ്ങനെ എഴുതാൻ പറ്റും, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് പ്ലസ് എക്സ്. അപ്പോൾ ജി ഓഫ് പി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് പി പ്ലസ് പി. എച്ച് ഓഫ് പി എന്തായിരുന്നു നമുക്ക് കിട്ടിയത്, 0 ആയിരുന്നു. ദാറ്റ് ഈസ് 0 പ്ലസ് പി ഈസ് ഈക്വൽ ടു ജി ഓഫ് പി ഈസ് ഈക്വൽ ടു പി എന്ന് കിട്ടിയില്ലേ. അതായത് പി എന്നുള്ള ഒരു ഫിക്സ്ഡ് പോയിന്റ് ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ ഒരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി, ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ജി ഓഫ് എ ഗ്രേറ്റർ ദാൻ എ ആൻഡ് ജി ഓഫ് ബി ലെസ് ദാൻ ബി ഇതിൻ്റെ ഇടയിൽ എടുത്തു കഴിഞ്ഞപ്പോഴും നമുക്ക് എന്ത് കിട്ടി, ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് കിട്ടിയില്ലേ. ജി ഓഫ് എ ഈക്വൽ ടു എയും ജി ഓഫ് ബി ഈക്വൽ ടു ബി ആകുമ്പോൾ എൻ പോയിന്റ്സിൽ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടായിരിക്കും, കാരണം അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഒരു
ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ ഒരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം ഉണ്ട് എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്നുള്ളതും കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം, ഭാഗം നോക്കാം. അതായത് ജി ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാം അല്ലേ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ദെൻ മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ 1. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ദർ ഈസ് എക്സാക്ട്ലി വൺ ഫിക്സ്ഡ് പോയിന്റ്, ഒരൊറ്റ ഫിക്സ്ഡ് പോയിന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി നമുക്ക് കാണിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് എടുക്കുകയാണ്. ഓക്കെ, ലെറ്റ് പി ആൻഡ് ക്യൂ ആർ ബോത്ത് ഫിക്സ്ഡ് പോയിന്റ് ഫോർ ദി ഫങ്ഷൻ ജി അല്ലേ. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് പി എന്തായിരിക്കും, പി ആയിരിക്കും. ജി ഓഫ് ക്യൂ എന്തായിരിക്കും, ക്യൂ ആയിരിക്കും അല്ലേ. ഫിക്സ്ഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് കാണിക്കേണ്ടത് പിയും ക്യൂവും ഈക്വൽ ആണെന്ന്. അപ്പോൾ ഇഫ് പി നോട്ട് ഈക്വൽ ടു ക്യൂ എന്ന് എടുത്തു, നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ 2 നമ്പർ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് ദെൻ ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ, ജി ഓഫ് പി പിയും ജി ഓഫ് ക്യൂ ക്യൂവും പി നോട്ട് ഈക്വൽ ടു ക്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, ബൈ മീൻ വാല്യൂ തിയറം അല്ലേ. മീൻ വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ദർ എക്സിസ്റ്റ് അനദർ നമ്പർ, സം അപ്സിലോണിന് എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, then mean value theorem implies that there exists another number epsilon between p and q ആൻഡ് ഹെൻസ് ഇൻ ക്ലോസ് ഇൻ്റർവൽ എ ബി അല്ലേ. ഈ പിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവൽ എ ബിനകത്ത് നമുക്ക് എങ്ങനെയായിരിക്കും കണ്ടീഷൻ വരുന്നത്, ജി ഓഫ് പി മൈനസ് ജി ഓഫ് ക്യൂ ഡിവൈഡഡ് ബൈ പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എപ്സിലോൺ അല്ലേ. മീൻ വാല്യൂ തിയറം ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഈക്വൽ നമ്മുടെ എഫ് ഡാഷ് ഓഫ് സി അല്ലേ. സി എന്നുള്ളൊരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിരുന്നത് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതുപോലെ തന്നെ പിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിൽ നമുക്കൊരു എപ്സിലോൺ എന്നുള്ള നമ്പർ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ജി ഓഫ് പി മൈനസ് ജി ഓഫ് ക്യൂ ഡിവൈഡ് by p minus q is equal to g dash of epsilon. ഇനി ഇതിവിടെ നിൽക്കട്ടെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് പി മൈനസ് ക്യൂ ഒന്ന് ചെക്ക് ചെയ്യാൻ, മോഡുലസ് ഓഫ് പി മൈനസ് ക്യൂ. മോഡുലസ് ഓഫ് പി മൈനസ് ക്യൂ, പി മൈനസ് ക്യൂ, പി എന്താണ് നമുക്കറിയാം ജി ഓഫ് പി ആണ് അല്ലേ. ജി ഓഫ് പി മൈനസ് ക്യൂ എന്താണ്, ജി ഓഫ് ക്യൂ ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ജി ഓഫ് പി മൈനസ് ജി ഓഫ് ക്യൂ എന്ത് എഴുതാൻ പറ്റും, ഇത് ഇങ്ങോട്ട് പോകും അല്ലേ. ജി ഓഫ് പി മൈനസ് ജി ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഓഫ് അല്ലേ, ഇതെന്ന് എങ്ങനെ എഴുതാൻ പറ്റും, ജി ഓഫ് പി മൈനസ് ജി ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എപ്സിലോൺ ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എപ്സിലോൺ ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും, മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽ ടു മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എപ്സിലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് പി മൈനസ് ക്യൂ എന്ന് എഴുതാം. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ ജി ഡാഷ് ഓഫ് എപ്സിലോണിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും, ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്, ലെസ് ദാൻ 1 ആണ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പോയിന്റ് തന്നെയാണ് ഇതും വരുന്നത്, കാരണം പിയും ക്യൂ എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനകത്തുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് എപ്സിലോൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതും എന്തായിരിക്കും, അതിലുണ്ട് ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡുലസ് ഓഫ് പി മൈനസ് ക്യൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ലെസ് ദാൻ 1 ആണെന്നറിയാം, ദാറ്റ് ഈസ് ലെസ് ദാൻ പി മൈനസ് ക്യൂ എന്ന് കിട്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്, മോഡുലസ് ഓഫ് പി മൈനസ് ക്യൂ ലെസ് ദാൻ മോഡ് പി മൈനസ് ക്യൂ. ഇങ്ങനെ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ, ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതെന്താണ് നമുക്കിവിടെ കിട്ടിയത്, ഒരു കോൺട്രഡിക്ഷൻ ആണ് കിട്ടിയത് അല്ലേ. ഒരു നമ്പർ അതിനേക്കാളും ചെറുതാണെന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പോൾ ഇത് കോൺട്രഡിക്ഷൻ ആണ്. അത് കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം എന്താണ്, നമ്മൾ പിയും ക്യൂവും ഈക്വൽ അല്ല എന്ന് എടുത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ പി ഈസ് ഈക്വൽ ടു ക്യൂ. പിയും ക്യൂവും എന്തായാലും എന്താണ്, ഈക്വൽ ആണ്. പിയും ക്യൂവും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുള്ളൂ, പിന്നെ 2 ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടോ, ഇല്ല. ആകെ എന്തുള്ളൂ, ജിക്ക് ഒരൊറ്റ ഫിക്സ്ഡ് പോയിന്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജി എന്നുള്ള ഫംഗ്ഷൻ എന്തേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ഫിക്സ്ഡ് പോയിന്റ്, എക്സാക്ട്ലി 1 ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇതാണ് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറം ഫോർ ഫിക്സ്ഡ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇവിടെ ഇനി പറയുന്ന ഒരു എക്സാമ്പിള്, നമ്മളിപ്പോൾ പറഞ്ഞ തിയറത്തിൽ എന്തായിരുന്നു പറയുന്നത്, യുണീക്നെസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആവണം അല്ലേ, രണ്ടാമത്തെ കേസ്. അപ്പോൾ ഇനി പറയുന്ന എക്സാമ്പിളിൽ നമുക്ക് കിട്ടുക ഫംഗ്ഷന് ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ, ഒരൊറ്റ ഫിക്സ്ഡ് പോയിൻ്റേ ഉള്ളൂ എന്ന് കിട്ടും. പക്ഷേ അത് ആ തിയറത്തിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ തിയറം നമുക്ക് കമ്പൽസറി അല്ല, ഒരിക്കലും നിർബന്ധമല്ല യുണീക്നെസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ തിയറത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ തന്നെ
ചില ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, യൂണിക്നെസ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എക്സാമ്പിളാണ് പറയുന്നത് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3⁻⁻⁻⁻. ഇത് അതിനൊരു എക്സാമ്പിളാണ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. ഓക്കെ, ഇതിൽ ആ തിയറത്തിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും ഇതിനെന്തുണ്ട്, ഒരു ഒറ്റ ഫിക്സ്ഡ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഇത് യൂണീക്നെസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ആ തിയറം നിർബന്ധമല്ല യൂണീക്നെസ്സിന്. ആ തിയറത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും ചില ഫംഗ്ഷൻസ് എന്തുണ്ടായിരിക്കും, ചില ഫംഗ്ഷൻസിന് ഒരൊറ്റ ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3⁻⁻⁻⁻x എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇതിൽ ജി ഡാഷ് ഓഫ് എക്സ് എന്താ വരിക, 3⁻x അല്ലെ. a⁻x ഡെറിവേറ്റീവ് എന്താ വരിക, a⁻x log a എന്ന് വരും. അതായത് 3⁻x എന്ന് പറഞ്ഞാൽ -3⁻⁻x log 3 എന്ന് വരും. ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 അല്ലേ. അപ്പോൾ ആദ്യം ജി ഓഫ് 0 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജി ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ഇവിടെ 3⁻⁻0 എന്ന് വരും അല്ലേ. 3⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ 0ൽ എന്താണെന്ന് കിട്ടി, 1 ആണെന്ന് കിട്ടി. അതുപോലെ ജി ഓഫ് 1 എന്താ വരിക, ജി ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3⁻⁻1 ദാറ്റ് ഈസ് 1/3 എന്ന് കിട്ടി. അപ്പോൾ 1ൽ എന്താണ്, അപ്പോൾ നമുക്കിവിടെ പോയിന്റ് കിട്ടിയത് 0, 1ഉം അതുപോലെ തന്നെ 1/3 അല്ലേ. ഇങ്ങനെ 2 പോയിന്റ് കിട്ടി കഴിഞ്ഞു. ഇനി നമ്മളെപ്പോഴും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കിവിടെ ലെസ് ദാൻ ആണ് വരുന്നത് അല്ലേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ നോക്കുക, ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. നെഗറ്റീവ് വാല്യൂ വരുന്നതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, നമുക്ക് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1-നകത്ത് നമുക്ക് ജി ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടിയത് എന്താണ്, നെഗറ്റീവാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 0 ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, ജി ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിത് ആ തിയറത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് ജി ഡാഷ് ഓഫ് മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആകുന്ന കേസ് ഇതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതായത് മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് 0 ആദ്യം നോക്കാം. മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ജി ഡാഷ് ഓഫ് 0 അല്ലേ. ഇതിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, -3⁻0 log 3 എന്ന് വരും അല്ലേ. അതായത് -log 3 എന്ന് വരും അല്ലേ. -3⁻0 log 3 എന്ന് പറഞ്ഞാൽ -log 3 എന്ന് വരും. log 3ൻ്റെ വാല്യൂ വരുന്നത് -1.098612289 ആണ് കേട്ടോ. അതായത് log 3ൻ്റെത് log 3 ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഈ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് വരും. ദാറ്റ് ഈസ് ഇവിടെ എന്താ വരിക, 1.098 ആണ് വരിക. അപ്പോൾ ഇതെന്താണെന്ന് കിട്ടി നമുക്ക്, മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടിയത്, ലെസ് ദാൻ 1 അല്ല, 1നേക്കാളും വലിയ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ ഇത് ആ രണ്ടാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള ആ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഇതിനൊരൊറ്റ ഫിക്സ്ഡ് പോയിൻ്റേ ഉള്ളൂ. കാരണം ഇതെന്താണ്, ഒരു സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ. നമുക്കിതിൻ്റെ ഗ്രാഫ് നിങ്ങൾ സ്കെച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊരു സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. 0 അല്ലേ, ഇങ്ങനെ y is equal to x എന്നുള്ള കർവും അതുപോലെ തന്നെ ഈ ഗ്രാഫും ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3⁻⁻x y ഇസ് ഈക്വൽ ടു 3⁻⁻x ആണ്. ഇവിടെ എക്സിന് വാല്യൂ കൊടുത്തിട്ട് വൈൻ്റെ വാല്യൂ നിങ്ങൾ വരച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. 0 ആകുമ്പോൾ 0, 1ഉം 1/3. 0ൽ 1 ആണ്, അതുപോലെ തന്നെ 1ൽ എന്താണെന്ന് പറയുന്നു, 1/3 ആണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2 പോയിന്റ് അങ്ങനെ നമുക്ക് കിട്ടിയിരുന്നു. 1ൽ 1/3 ആണ്, 0ൽ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇത് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇനി ഇത് മുകളിലേക്ക് പൊന്തില്ലല്ലോ. എന്തായാലും ഇനി ഇത് ഇൻക്രീസിങ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് താഴത്തോട്ടേ പോവുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ വരെ എത്തുമ്പോൾ ഒരു പോയിൻറ്റിനേ ഉള്ളൂ എന്തായാലും ഇത് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കർവുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ എക്സാക്ട്ലി 1 ഫിക്സ്ഡ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ അല്ലേ, ഇൻ ബിറ്റ്വീൻ 0 and 1. ഓപ്പൺ ഇൻ്റർവൽ 0, 1ൻ്റെ അകത്ത് നമുക്ക് ഒരൊറ്റ ഫിക്സ്ഡ് പോയിൻ്റേ പറയാൻ കഴിയുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ്, അങ്ങനെയാണ് നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ. ആ രണ്ടാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാതെ തന്നെ നമുക്കിതൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുള്ളതിൽ നിന്നും ഇതിനൊരൊറ്റ ഫിക്സ്ഡ് പോയിൻ്റ് ഉള്ളൂ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ തിയറം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ യൂണീക്നെസ് പ്രോപ്പർട്ടി ഉണ്ടാവുക എന്ന് വിചാരിക്കരുത്. ആ തിയറം ഫെയിൽ ആവുന്ന കേസിലും നമുക്ക് ചിലപ്പോൾ യൂണീക്നെസ് പ്രോപ്പർട്ടി കിട്ടാം. അതിന് എക്സാമ്പിളാണ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3⁻⁻x ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1.